മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. സീക്ക് ye ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 6:33 എടുക്കുന്നത്. നമ്മൾ ലോകത്തിലെല്ലാം നേടിക്കഴിഞ്ഞിട്ട് ദൈവത്തെ അന്വേഷിക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് ശരിയാകത്തില്ല. അപ്പോൾ എല്ലാം തികഞ്ഞിട്ട് ഞാൻ ഈ TV പ്രോഗ്രാമിൽ സംസാരിക്കാം, വചനം പറയാം, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ ഒക്കത്തില്ല. 15 വർഷത്തിൽ കൂടുതൽ ഇപ്പം TV പ്രോഗ്രാം പറയുക. ഇത്രയും നാളും ഓരോ ഭാഗത്തു നിന്ന് എടുത്തെടുത്ത് പറയിപ്പിച്ച ദൈവം നിൻ്റെ ആവനാഴിയിൽ അല്ലെങ്കിൽ നിൻ്റെ പാത്രത്തിൽ നിറച്ചു തരുന്ന ദൈവം, അളവില്ലാതെ നിറച്ചു തരുന്ന ദൈവമാണ്. പൗലോസ് ചിലപ്പം പറയുന്നില്ലേ, എൻ്റെ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ. ചില സന്ദർഭങ്ങൾ ദൈവം ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ ദൂത് തരും. കാരണം നമ്മുടെ ജീവിതത്തിലും അനേക മക്കൾക്ക് വെളിച്ചം കിട്ടേണ്ട സമയത്ത് ദൈവം ഇങ്ങനെ ദൂത് തരും. അതിങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ കെട്ടിയിറക്കി തരുന്ന പോലെയാണ് ദൈവം തരുന്നത്. എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് വെച്ചാൽ നമ്മൾ തന്നെ അതിശയിക്കും. ഒരു സമയത്ത് നമുക്ക് ചുമ്മാ തോന്നും പേപ്പർ എടുത്ത് എഴുതണമെന്ന്. അപ്പോൾ ദൈവാത്മാ നമ്മളോട് സംസാരിക്കും. കർത്താവ് ജീവനുള്ള ദൈവമാണ്, അവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ദൈവം നമ്മളോട് പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നാളേക്കായിട്ട് വിഷമിക്കണ്ട. അതുകൊണ്ട് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തെ അന്നത്. അതായത് ഈ നാളെ ഓർത്ത് വേദനിച്ച് ഒരിക്കലും ക്രിസ്ത്യാനി ജീവിക്കുന്നില്ല. എന്ന് നാളെ എന്ത് ഭവിക്കുന്നുള്ള, ഇന്ന് ദൈവം ചെയ്ത നന്മ കാണുന്നില്ല. അതെന്താണ് നമ്മുടെ കണ്ണടച്ച് വെച്ചിരിക്കുകയാണ്. നന്ദി പറയുന്ന സ്വഭാവം നമുക്ക് കുറവാണ്. ഞാൻ കൊച്ചിയിലൊക്കെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഈ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് അവരെല്ലാം കിടുകിട ചിരിച്ചുകൊണ്ടാണ് പുറത്ത് പോകുന്നത്, വർത്താനം പറയുന്നത്. നമ്മുടെ ഇവിടെ വന്ന് എല്ലാവരുടെയും തലയിൽ എന്തോ ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് ചിരിക്കുന്ന എന്തോ പ്രശ്നമാണ്. അവർക്ക് വലിയ സമ്പത്തൊന്നുമില്ല. അവർ വൈകിട്ടാകുമ്പം പിന്നെ റോഡിലോട്ട് വന്നിച്ച് കുളിച്ച് വൃത്തിയാക്കി നല്ലൊരു കനകാംബരത്തിൻ്റെ ഒരു പൂവ്, അതിങ്ങനെ ഒരു വലിയ നീളത്തിലൊരു സ്ട്രിങ് വാങ്ങിച്ച്, അല്ലെങ്കിൽ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ജമന്തി പൂവിൻ്റെ അത് വാങ്ങിച്ച് കുത്തിയിട്ട്, അത് പെർഫ്യൂമിന് പകരമാണ് ചെയ്യുന്നത്. ഇട്ടിട്ട് അത് വെച്ച് ഒരു പെണ്ണുങ്ങളെല്ലാം കൂടെ റോഡിൽ കൂടെ വർത്താനം പറഞ്ഞു പോകുന്നത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണത് കാണാൻ. സൗന്ദര്യമാണോ? അല്ല. ആ ഒരു സന്തോഷം, ആ സന്തോഷം നമുക്ക് എവിടെ പോയി? കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ നടന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചർച്ച് ഞാൻ ഒട്ടും കണ്ടിട്ടില്ല, സഭായോഗത്തിലും കണ്ടിട്ടില്ല. എല്ലാം ഭാരമേറിയ ജീവിതമാണ്. എന്നതാണ് നമ്മൾ ഈ ഭാരമെല്ലാം വഹിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. വെറുതെ നമുക്ക് അസുഖം വരുത്താമെന്ന്. അപ്പം നമ്മൾ ഈ 6 ദിവസമൊക്കെ റിട്രീറ്റിന് പോയി വന്നിരുന്ന് നോക്കാം. 1-ാം ദിവസം വലിയ ഭാരം, അവിടെ അങ്ങ് ഇരിക്കാനൊക്കത്തില്ല. 2-ാം ദിവസം ആകുമ്പം അത്രയില്ല, എന്നാലും ക്ഷീണമാണ്. എന്നാൽ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ദേഹത്തെ ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോവും. വചനം കേട്ട് 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 വചനമാകുന്ന ഭക്ഷണമല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറി വെയിറ്റ് കുറഞ്ഞ് നമ്മൾ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ പർവ്വതത്തിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ ഓക്സിജൻ എടുക്കാൻ പ്രയാസം വരും. അപ്പം നമ്മൾ ശ്വാസം എടുക്കാൻ പാടാം. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഭാരങ്ങളെല്ലാം പകുതി എറിഞ്ഞ് കളി വേണ്ടാന്ന് വിചാരിച്ചു. അതുപോലെ ഈ ജീവിത ഭാരങ്ങൾ ഇറക്കിക്കളയണം. കർത്താവ് പറയും, നീ എന്തിനാ ആകുലപ്പെടും? ഈ പറയുന്നത് എന്നോടും കൂടെ പറയുന്നത്. എന്നും നമുക്ക് ഈ കൾച്ചറായിരിക്കും, നമ്മുടെ കൾച്ചറായിരിക്കും നമ്മളിങ്ങനെ വിഷമിക്കുന്നത്. അതിൻ്റെ തൊട്ടു മുമ്പിൽ പറയുന്നുണ്ട്, ആകാശത്തിലെ പറവുകളെ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നില്ല. അറിയാൻ വയ്യാത്ത കാര്യമാണ്, നമുക്കറിയാം. പക്ഷെ എന്നും നമ്മളെ ഓർപ്പിക്കണം. വിചാരപ്പെടുന്നുണ്ട് എന്നാ ഗുണമെന്ന് ദൈവം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവെ പുലർത്തുന്നു. ദൈവം നമുക്ക് വേണ്ടി തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നത് തന്നെ. അതുപോലെ നമ്മൾക്ക് ഉള്ളതിൻ്റെത്, അതായത് ഏതിനാണ് നമുക്ക് കഴിവുള്ളത് അതെടുത്ത് കൊടുക്കാൻ തുടങ്ങും. അപ്പം ഞാൻ വചനം പറയുന്നു, ചെറുപ്പം തൊട്ടേ വചനം പ്രസംഗിച്ച ഒരു വ്യക്തിയാണ്. ലോയറായത് പ്രസംഗിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ്. കോർട്ടിലൊരു കേസ് എടുത്താൽ ഒരു ഓപ്പോസിറ്റ് സൈഡ് ജയിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ല. കാരണം ഞാൻ അവിടെ നിൽക്കും, എനിക്ക് ജയിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്നോട് നിൽക്കും. അതെൻ്റെ ഒരു പ്രകൃതം. പക്ഷേ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇനി നീ ജീവനുള്ള നിയമം പഠിക്കുകയെന്ന്. അപ്പോൾ ഇത്ര നാളും പഠിച്ച ജീവനുള്ള നിയമം അല്ല എന്നുള്ളതാണ്. അപ്പോൾ ജീവനുള്ള നിയമം പഠിക്കാൻ പറഞ്ഞതാണ് വേദപുസ്തകം. അങ്ങനെ വേദപുസ്തകം പഠിക്കാനായിട്ട് സൗദി അറേബ്യയിൽ പൗലോസിനെ കൊണ്ടുപോയതുപോലെ തന്നെ പൗലോസ് 3 വർഷം സൗദി അറേബ്യയിൽ ഇരുന്നപ്പോഴാണ് വചനം പഠിച്ചത്. നമ്മളെ അവിടെ കുറേ നാൾ കൊണ്ടുപോയിരുത്തി വചനം പഠിപ്പിച്ചിട്ടാണ് TV പ്രോഗ്രാം തുടങ്ങിപ്പിച്ചത്. തെറ്റ് പറ്റത്തില്ല, ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. നമുക്ക് തോന്നുന്നത് തെറ്റിയെന്ന്. പക്ഷെ നിത്യമായ ഭവനം പണിയുന്നതിന് ദൈവത്തിന് വലിയ പ്ലാനുള്ളപ്പം ഒരിക്കലും റിട്ടയർ ചെയ്യാൻ വയ്യാത്ത ഒരു പരിപാടിയാണ് ദൈവജോലി.
അത് സ്വർഗത്തിൽ ചെന്നാലും ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ എക്യുപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളോട് ദൈവം പറയുന്നു, കൊടുക്കേ, ഉള്ളതിൽ നിന്ന് എടുത്ത് വാരിക്കോരി കൊടുക്കേ, നിങ്ങൾ കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മൊടിയിൽ വന്ന് വീഴും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കാണണം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ചാക്ക് കണക്കിന് നിധി ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി അല്ല, അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അതിൻ്റെ ചുമ്മാ പറയുന്നത് നിങ്ങൾ ചിലർ പറയും. അല്ലല്ല, കർത്താവിനോടൊന്ന് പറയും. ഞാൻ ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് സമൃദ്ധമായ ധാരാളമായിട്ട് എന്ത് കൊടുക്കണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ സ്നേഹിക്കുന്ന മക്കൾ വരുന്നോ എന്ന് നോക്കിയിരിക്കുമ്പം ആദ്യം വരുന്നതിനുള്ളതെല്ലാം കൊടുക്കും. അതുകൊണ്ടൊന്നും കുറയുന്നില്ല, പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എപ്പോഴെങ്കിലും കയറി ചെന്ന് വാങ്ങിച്ചെടുക്കേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മ, കർത്താവിൻ്റെ പേരിപ്പം ഇമ്മാനുവേൽ എന്നാണ്. ക്രൈസ്റ്റ് വാസ് ഫെയ്ത്ത്ഫുൾ. യേശു ക്രിസ്തു എല്ലാത്തിലും വിശ്വസ്തനായിരുന്നു. അവൻ്റെ ഇപ്പോഴത്തെ നമ്മൾ പേര് വിളിക്കുന്ന ഒരു പേര് ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ മീൻസ് ഗോഡ് വിത്ത് അസ്, ദൈവം എന്നോട് കൂടെ. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ ദൈവികത്വവും ദൈവത്തിൻ്റെ മാനുഷികത്വവും ഒന്നിച്ച് കാണുന്നത് ഇമ്മാനുവേലിലാണ്. അവൻ എന്നോടുകൂടെ വസിക്കുന്നു. അങ്ങനെ ഒരു പേര് യേശുവിനുണ്ടോ? യേശു എന്നുള്ള പേരുണ്ട്, നമുക്കറിയാം. ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേരറിയാം. യേശു കർത്താവ്, രക്ഷകൻ, പിന്നെ ഇമ്മാനുവേൽ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഇമ്മാനുവേൽ. അവൻ എന്നോടുകൂടി വസിക്കുകയാണ്. അപ്പോൾ യെശയ്യാ 9 പറയുന്നുണ്ട്, അവൻ്റെ 4 പേരുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇരുട്ടിൽ നടന്ന ഒരു ജനം വലിയൊരു പ്രകാശം കൊണ്ട് കാണുകയാണ്. അത് ആവശ്യമുണ്ട്. ഒന്നാമത് ഇവന് ഇരുട്ടിലാണെന്ന് അവർക്കറിയത്തില്ല, നമ്മൾ പറയണം, കുഞ്ഞേ നീ ഇരുട്ടിലാണ്. ലോക ഇമ്പങ്ങളുടെ പുറകെ നടന്ന് അന്ധമായിട്ട് നടക്കുമ്പം നീ ഇരുട്ടിലാണ്, നിൻ്റെ അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറന്നിട്ടില്ല, തുറക്കട്ടെ. വചനം ചെന്ന് കൊള്ളട്ടെ വചനം. അപ്പോൾ ഇമ്മാനുവേൽ എന്ന് പറയുന്നവൻ ദൈവം എന്നോടുകൂടെ എന്ന് പറയുമ്പം ഞാൻ എനിക്ക് സഹായിക്കാൻ, അല്ലെ എൻ്റെ മക്കൾക്ക്, അല്ലെ നമ്മുടെ ആവശ്യത്തിന്, പണസംബന്ധമായ ആവശ്യത്തിന് ആരും സഹായിക്കാനില്ലാത്തപ്പം എൻ്റെ കൂടെയുള്ള ഇമ്മാനുവേലിനെ വിളിച്ചു വരുത്തിയിട്ട് അയ്യോ ഈ ഒരു വിഷയം ഒന്ന് എടുത്തേ പറ്റൂ എന്ന് നിർബന്ധമായിട്ടും. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ച് ട്രിവാൻഡ്രംകാരിയാണ്. അപ്പോൾ ചിലപ്പം ഹിന്ദു ക്രിസ്ത്യാനിയാണ്. കൊച്ച് എന്നോട് എപ്പോഴും പറയുമ്പം ഞങ്ങൾ ഷെയർ ചെയ്യുമ്പം പറയുന്നതാണ്, ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വരണം, ഞാൻ പ്രാർത്ഥിച്ച തീർച്ച നീ കേൾക്കും കേൾക്കും കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവിടെ മാറ്റം വരും. ഒറ്റ ദിവസം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നേടിയിട്ട് ചിലപ്പോൾ സാക്ഷ്യം പറയുന്നേക്കാം. എന്താ ആ ഉറപ്പാണ്, എനിക്ക് വേറെ ആരുമില്ല. അന്യദേവന്മാരുടെ വിളിച്ചിട്ട് പല ദേവന്മാരുടെ അടുക്ക പോയി ചോദിച്ചിട്ട് ഇപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ എത്ര വിശ്വാസം വന്നത്. എന്താ? ബിക്കോസ് മറ്റിടത്തൊന്നും ഗുണമില്ലെന്ന് മനസ്സിലാക്കി. എൻ്റെ കൂടെയുള്ളവൻ ഇമ്മാൻ, അവൻ ദൈവം എന്നോടുകൂടെ. ആ ഒരു പേരെടുത്തു വന്നതാണ് അവൻ. വിളിച്ചു മാറുമോ? ഒരിക്കലും മാറൂല. അല്പം നമ്മൾ ദേഷ്യപ്പെടുന്നത് മാറി നിൽക്കും? ഇല്ല. പത്രോസ് എത്ര പ്രാവശ്യം യേശുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്തെല്ലാം പത്രോസിനെ പിടിച്ച് കുലുക്കിയെ ചൊറപ്പിച്ച് നിർത്തും. പിടിച്ചൊന്ന് കുലുക്കും. എന്തിനാണ് കുലുക്കുന്നത്? നിന്നിലുള്ള ജഡം കളയാൻ. അത് കഴിയുമ്പോൾ പിന്നെ ഉറപ്പിക്കും. ഇത് ദൈവത്തിനല്ല, ആർക്ക് ചെയ്യണം? അപ്പം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ നിഴലാണ്, അതിനകത്ത് സബ്സ്റ്റൻസ് ആയിട്ടില്ല എങ്കിൽ യേശു വന്നതോടുകൂടി ദൈവത്തിൻ്റെ ഭവനം നമ്മൾ പണിത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയും നിങ്ങളുടെ കൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ദൈവം പറയുന്നത് ഞാനാണ് നിങ്ങളുടെ, ഐ ആം ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ഐ ആം ദ ബിൽഡിംഗ് ഓഫ് ഗോഡ്, ഐ ആം ദ ബെഥേൽ ഓഫ് ഗോഡ്. God lives in me, I live in him. God is my abode and I am his abode. I am in his dwelling place. അതായത് യേശുക്രിസ്തു പറയുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവമാണ് നമ്മുടെ ആലയം, ദൈവത്തിൻ്റെ ആലയമാണ് യേശുക്രിസ്തു. ദൈവമാണ് ദൈവത്തിൻ്റെ, പിതാവാം ദൈവത്തിൻ്റെ ബിൽഡിങ് അല്ലെങ്കിൽ വീട്. ദൈവത്തിൻ്റെ ബഥേൽ, അതായത് യാക്കോബ് കണ്ട ബഥേൽ ഈ ദൈവമാണ്. അതുപോലെ ദൈവം എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. അവൻ എന്നിൽ വസിക്കുന്നു എന്ന് വരുമ്പം അവനിൽ ഞാൻ വസിക്കുമ്പോൾ ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്, മാറുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ബാപ്റ്റിസം കഴിഞ്ഞ് പൊങ്ങി വന്നപ്പോൾ പിതാവാം ദൈവം സ്വർഗം അങ്ങോട്ട് 2ആയിട്ട് തുറന്നു. അന്ന് തുറന്നേ പിന്നെ ഇന്നുവരെ അടച്ചിട്ടില്ലെന്നേ. സ്വർഗം നമ്മുടെ കൂടെയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ വിശ്വസിക്കുക, അവൻ എന്ത് പറയുന്നത് കേൾക്കുക. അവനീ പറയുന്നതല്ലേ ഞാനീ വിളിച്ച് പറയുന്നത്. കേൾപ്പിക്കുക, ദിനം പ്രതി കേൾപ്പിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ ഞങ്ങളെ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, സീക്ക് ye first the kingdom of God. എൻ്റെ രാജ്യത്വം ആദ്യം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക.
അതോടുകൂടി സകലതെന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട് അതിനകത്ത്. ചിറക് വെക്കട്ടെ അപ്പച്ച, ഞങ്ങൾ ചിറക് വെച്ചൊന്ന് പറക്കട്ടെ. ഈ വചനം ചെന്നിട്ട് ഒരു 10,000 പേര് ഒരുപോലെ ചിറക് വെച്ച് പറന്ന് സ്വർഗത്തിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ്റെ നിന്ന് വാങ്ങിച്ചെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അനേകർക്ക് സ്വർഗരാജ്യം ഇവിടെ പണിതെടുക്കാൻ ഒക്കുമെന്നും അവസാനം ദൈവം ഇങ്ങോട്ടിറങ്ങി വരുമെന്ന് മനസ്സിലാക്കിയാൽ സ്വർഗത്തിലുള്ളതെല്ലാം ഇങ്ങോട്ട് തരാൻ അപ്പച്ചൻ ആഗ്രഹിക്കും. പക്ഷെ ചോദിച്ചില്ലല്ലോ, എങ്ങനെയാണ്? ചോദിച്ചു വാങ്ങിക്കാനുള്ള കൃപ തരണം. നാഥനത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നുന്നതിന് സ്തോത്രം. ഭർത്താക്കന്മാരോട്, ഭാര്യമാരുടെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളുടെ രോഗസൗഖ്യത്തിന്, മക്കളുണ്ടാകാൻ, വിവാഹം നടത്താൻ, പഠിത്തത്തിൽ, ജോലിയിൽ, ഏതാവശ്യം അപ്പച്ച എല്ലാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമുള്ളതാണ്. ഉന്നതനായ ദൈവത്തിൻ്റെ ഭവനം പണിയുന്നവരാണ് എങ്കിൽ, മൂലക്കല്ലാവുന്ന ക്രിസ്തുവിനോടാണ് ഭവനം പണിതാൻ തുടങ്ങിയെങ്കിൽ പണിത് പൂർത്തിയാക്കേണ്ട ചുമതല യേശുവിൻ്റെയാണ്. അവൻ തുടങ്ങിയത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ചിലതൊക്കെ വഴിക്ക് വെച്ച് നിർത്തിപ്പോൾ എൻ്റെ ഈ വീട് തന്നെ 16 വർഷങ്ങളെടുത്ത് പണിത് തീർക്കാൻ. പണിയും നിർത്തും. അവസാനം ഇത് ഒരിക്കലും നടക്കാൻ പോകത്തില്ല എന്ന് വിചാരിച്ചപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്ന് പണിത് തന്നു. വിശ്വസ്തനായ ദൈവം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം. ആ ദൈവം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിശുദ്ധിയോടെ തക്ക സമയത്ത് അനുഗ്രഹമാക്കി പൂർത്തിയാക്കി തരുന്നതിനാൽ നന്ദി പറയുന്നു. സാഷ്ടാംഗം വണങ്ങി നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.